പ്രശ്നമാണ്. എല്ലാവരും ഒന്നിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം. ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു തുടക്കമാണ്, ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇത് അനുവദിച്ചു കൊടുത്താൽ കേരളത്തിൽ ഇനി ഇതുപോലെ തോന്നുന്നത് പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇവർ പോകാൻ കാരണം? പ്രോഫിറ്റബിൾ എന്ന് ചൂണ്ടിക്കാട്ടിയ ഈ കമ്പനി തന്നെ ചൂണ്ടിക്കാട്ടിയ ഈ കേരളത്തിൽ നിന്ന് ഇവർ പോകാൻ കാരണം എന്താ? കേരളത്തിൽ തൊഴിൽ ചൂഷണം എളുപ്പമല്ല. തൊഴിലാളികളെ, ജീവനക്കാരെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾ പോലെ ചൂഷണം ചെയ്യുന്നത് ശക്തമായി കേരളം എതിർക്കും. കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് എതിർത്തിട്ടുണ്ട്, ട്രേഡ് യൂണിയനുകൾ എതിർത്തിട്ടുണ്ട്, സംഘടനകൾ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇത് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന് പോകാൻ വേണ്ടി പോകും, അല്ലാതെ ലാഭമില്ലാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇവർക്കൊപ്പം നിന്ന് ശക്തമായ പ്രക്ഷോഭം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിൽ ഇവിടെ ഈ സ്ഥാപനം പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് ആരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും 100-ലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നതിൽ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? കാരണം അത് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇത് 3 വിഷയമുള്ളത്. ഇതിലൊന്ന്, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും തൊഴിൽ വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾ അടിയന്തരമായി ഈ വിഷയം സംസാരിക്കും. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. തൊഴിൽ വകുപ്പിന് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമുണ്ട്. ലീഗൽ നോട്ടീസ് അയക്കാം. ഈ കമ്പനിക്ക് ലീഗൽ നോട്ടീസ് അയച്ചുകൊണ്ട് തൊഴിൽ വകുപ്പിന് ഇടപെടാം. ഇവിടെ തൊഴിൽ നിയമം ലംഘിക്കപ്പെട്ടു, അതുകൊണ്ട് അടിയന്തരമായ വിഷയത്തിൽ തൊഴിൽ വകുപ്പിന് ഇടപെടാം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് ഒരു ബഹുജന ഐക്യത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തുക. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത്, ലീഗലി ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫോണിലും നേരിട്ടുമായിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു, ഇന്നലെ ഇന്നുമായിട്ട്. ലീഗലി ഇവരുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. നിയമപരമായും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു പോവുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരിക, ഇവരെ കാണുക. ഇവിടെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളവരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഇവരായിട്ട് സംസാരിക്കും. അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോട് ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തൊഴിൽ വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടും. ശക്തമായ നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ എടുത്തതുപോലെ ശക്തമായ നിലപാട് UDF ഗവൺമെന്റ് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.